ഹലോ മുകേഷ്, ആകാശ് മാഷാണ്. എടാ, എല്ലാവരും വെക്കേഷൻ മൂഡിലാണല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ വേണ്ടി, ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ വേണ്ടി, അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ മൂഡിലായിരിക്കും. ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും അല്ലെ? അമ്മ വീടുകളിലും അതുപോലെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ യാത്ര പോകാനുള്ള തിരക്കിൽ നിന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങളെ വെക്കേഷൻ അടിച്ചു പൊളിക്കുകയായിരിക്കും. എന്നാൽ അതിനിടയിൽ മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത്? അപ്പോൾ മാഷെ, എളുപ്പമായിരുന്നോ? അത് എളുപ്പമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലൈവ് കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈവ് കണ്ട് നല്ല വൃത്തിക്ക് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം എഴുതിയിട്ടുണ്ട്. എക്സാം ഹാളിൽ വന്ന സമയത്ത് ലൈവിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതുപോലെ തന്നെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. എന്താ ബുദ്ധിമുട്ട്? അതായത് തലേ ദിവസം ലൈവ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കണ്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നതെങ്കിൽ തലേ ദിവസത്തെ ലൈവ് മാത്രം കണ്ട്, ഇപ്പോൾ ലൈവിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ സമ്മറീസ് ഒക്കെ പറയൂലേ? മലയാളമാണ് സമ്മറീസ് ഒക്കെ പറയും, ഇംഗ്ലീഷ് അതുപോലെ പറയും, ഹിന്ദിയും പറയും. ഇനി നിങ്ങളുടെ സബ്ജക്റ്റുകളാണെങ്കിലും ബേസിക് സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഒക്കെ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് അതൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും? പരിചയപ്പെടുത്തി തരും. പ്രഡിഷൻ ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ ലൈവിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ലൈവ് മാത്രം കാണുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എക്സാം എങ്ങനെയായിരിക്കും? അത് എളുപ്പമായിരിക്കും? തീർച്ചയായിട്ടും അതില്ല, എളുപ്പമല്ല. അതായത് നമ്മുടെ ലൈവിൽ പറഞ്ഞ അതേ ചോദ്യങ്ങൾ വരുമ്പോഴും കുട്ടികൾ മക്കൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, ഇത് തന്നെയല്ലേ ഇന്നലെ മാഷ് പറഞ്ഞു തന്നത്? ആണ്, ആസ്വാദന കുറിപ്പ് വരുന്നു പറഞ്ഞല്ലോ, വന്നു. അതുപോലെ വിശകലന കുറിപ്പ് വരുന്നു പറഞ്ഞല്ലോ, വന്നു. പക്ഷേ എന്താണ്? അതെങ്ങനെ എഴുതണം അല്ലെ? എന്തായിരുന്നു നമ്മുടെ പാഠഭാഗങ്ങളുടെ കൺസെപ്റ്റ്? ഇതൊക്കെ ഒറ്റ ലൈവിലൂടെ മാത്രം, അല്ലെങ്കിൽ തലേ ദിവസത്തെ ഒരു പ്രിപ്പറേഷനിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല അല്ലെ? പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? വെക്കേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്തായിരിക്കും എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ അവസ്ഥ അല്ലേ? ഞാൻ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിക്കുമോ അല്ലെ? മുഴുവൻ ചോദ്യങ്ങൾക്കും എ ഗ്രേഡ് ലഭിക്കുന്ന രീതിയിലാണോ ഞാൻ ആൻസർ എഴുതിയിട്ടുള്ളത്? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ എളുപ്പമായിരുന്നു പരീക്ഷ, പക്ഷേ പരീക്ഷയ്ക്ക് നേരത്തെ പഠിച്ചു തുടങ്ങണമായിരുന്നു. നിങ്ങളുടെ മനസ്സിലില്ലേ? ഉണ്ട്. മാഷ് ലൈവിൽ പറയുന്ന സമയത്ത് അത് തന്നെയാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് എഴുതണം? അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അത്തരത്തിൽ നേരത്തെ ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു. നല്ല രീതിയിൽ എക്സാം എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ എക്സാം? എങ്ങനെയാണ് ആൻസർ ഷീറ്റ് ലഭിക്കുന്ന സമയത്ത് പരീക്ഷാ പേപ്പറിലെ മാർക്ക് എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഇപ്പം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെൻഷൻ മുഴുവൻ എവിടെയായിരിക്കും? എങ്ങനെയായിരിക്കും എൻ്റെ മാർക്ക് അല്ലേ? എനിക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ടാവുമോ? നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കൾ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ നമ്മുടെ ടേം എക്സാം ആണ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്തുണ്ട്? ഇനി നമുക്ക് മിഡ് ടേം ഉണ്ട് അല്ലേ? അത് ക്രിസ്മസ് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആനുവൽ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാ എക്സാമുകളിലും ഇതുപോലെ തന്നെയാണ് സ്ഥിതിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ എക്സാമിനും ഇതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുകയാണ്, കുറച്ചുകൂടി നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് എഴുതാമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അവസാനത്തെ ദിവസം മാത്രമാണ് പഠിച്ചത്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നേരത്തെ പഠിച്ചു തുടങ്ങണം. നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. കൺസെപ്റ്റുകൾ മുഴുവൻ അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? ലാംഗ്വേജ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? മാത്സിനകത്ത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുപോലെ എങ്ങനെ എപ്പോൾ പഠിക്കണമെന്ന് കൃത്യമായ ധാരണ ഈ ഒരു എക്സാമിന്റെ ഭാഗമായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രൂപപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങണം, കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം, പ്രോബ്ലംസ് ആണെങ്കിൽ ചെയ്ത് പഠിക്കണം. ഇതൊക്കെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? എന്താണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്? അങ്ങനെ ഇപ്പം നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, സൊല്യൂഷനാണ് മക്കളെ എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ള ധാരണയുണ്ട്. നിങ്ങൾ ഏതുവരെ പഠിച്ചെന്നുള്ള ധാരണയുണ്ട്. ഇനി നിങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ്, നേരത്തെ എന്ത് ചെയ്യാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അല്ലെ ഒരു തവണ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ,
അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് എളുപ്പമായിരുന്നേ നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷ. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നേ ഏറ്റവും അവസാനത്തെ വാർഷിക പരീക്ഷ ആനുവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഡിസംബർ മാസം 31-ാം തീയതി ആവുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എല്ലാ സിലബസും നിങ്ങളുടെ എല്ലാ പോർഷൻസും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അപ്പൊ പോർഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതോടെ തന്നെ ടാറ്റാ ബൈ എടാ പോയിക്കോ എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടുകയല്ല ചെയ്യാം. പകരം എന്ത് ചെയ്യും, പകരം ഡിസംബർ 31-ാം നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യടാ, നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ജനുവരി മാസം ഡിസംബർ മാസം എന്നൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ എല്ലാ മേളകളും നടക്കുന്ന സമയമാണ്. ഒരുപാട് തരത്തിലുള്ള ഫെസ്റ്റുകൾ നടക്കുന്ന സമയമാണ്. സയൻസ് ഫെസ്റ്റ്, അതുപോലെ തന്നെ മാത്സ് ഫെസ്റ്റ് അല്ലെ, മാത്സ് ഫെയറുകൾ, പിന്നെ ഇതൊക്കെ നടക്കുന്ന കലോത്സവങ്ങൾ, ഇതൊക്കെ നടക്കുന്ന ഒരു സമയമാണെന്ത് ഈ ഡിസംബർ അതുപോലെ ജനുവരി മാസങ്ങൾ. ആ സമയത്ത് എങ്ങനെയായിരിക്കും സ്കൂളിലൊക്കെ പാഠഭാഗങ്ങൾ ഉണ്ടാവുക, വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം, പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഇനി ആ സമയത്ത് ഒരുപാട് ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസംബർ 31 ആകുമ്പോഴേക്ക് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്ത മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ചെയ്യും. ഓക്കെ അല്ലേ. ഇനി റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് പറയാ, എടാ മോനൂസേ അല്ലെങ്കിൽ മോളൂസേ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം പഠിക്കണം. എന്നിട്ട് നാളെ എന്ത് ചെയ്യും, അതിന്റെ എക്സാം ഉണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടോ, ഇല്ല കണ്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കണ്ടില്ല, അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന് തന്നെ വീഡിയോ കാണണം. എന്നിട്ട് നാളെ എക്സാം ഉണ്ട്, അതിൻ്റെതായ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരാൾ വിളിച്ച് പറയുകയാണെങ്കിലോ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാനുള്ള ഒരു തുടക്കം ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പതിയെ ചാർജായി പഠിച്ച ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വയം തന്നെ എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടി തുടങ്ങും. ആണല്ലോ. അപ്പം നിങ്ങളുടെ പേരൻസ് ഇപ്പം ചെയ്യുന്നത് പോലെ തന്നെ, നിങ്ങളുടെ ടീച്ചേഴ്സ് ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ, ഇതാ മാഷ് ഇവിടുന്ന് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായ ഗൈഡൻസ് നൽകാൻ വേണ്ടി നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും. ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അവർ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ വീക്കിലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. നിങ്ങൾ ഏതൊക്കെ വീഡിയോസ് കണ്ടു, നിങ്ങൾ ഏതൊക്കെ എക്സാമുകളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അറ്റൻഡ് ചെയ്യാത്ത ഏതൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ വീഡിയോസ് കാണാനും എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ നിങ്ങളൊരു ട്രാക്കിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, എജുപോർട്ടിന്റെ മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു. സെറ്റല്ലേ. ഇനി നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ട് അതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഈ സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് സമയത്തും ആദ്യം നിങ്ങൾക്ക് ആരെ കൺസിഡർ ചെയ്യാം, മെന്റേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഇനി മെന്റേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മെന്റേഴ്സിൽ നിന്ന് സംശയങ്ങൾ ക്ലിയർ ആവുന്നില്ല, നമുക്ക് എന്തുണ്ട്, നമുക്ക് സൂം ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഓരോ ഫാക്കൽറ്റീസ് എന്ത് ചെയ്യുന്നു, നിങ്ങളുമായിട്ടുള്ള ലൈവ് ആയിട്ടുള്ള സൂം ക്ലാസ്സുകൾ ഉണ്ട്. സൂം ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ബ്രീഫ് പറഞ്ഞു തരും, എന്നിട്ട് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും. അപ്പോൾ എന്ത് ചെയ്യും, സംശയങ്ങളൊക്കെ ക്ലിയർ ആവും. ഇനി അങ്ങനെ ക്ലിയർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫാക്കൽറ്റീസിന്റെ നമ്പേഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി അഡാപ്റ്റിൽ തന്നെ നമ്മുടെ ആ ആപ്പിൽ തന്നെ എന്ത് ചെയ്യും, സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങളുടെ സ്കൂളുകളിൽ ഇപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്, വിവിധ പരിപാടികൾ ആചരിക്കാറുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു. ഇൻഡിപെൻഡൻസ് ഡേന്റെ ഭാഗമായിട്ട് ക്വിസ് മത്സരങ്ങൾ എല്ലാ സ്കൂളും നടന്നിയാണല്ലോ. റീഡിംഗ് ഡേന്റെ ഭാഗമായിട്ട് നടന്നു, ബഷീർ ദിനത്തിന്റെ ഭാഗമായിട്ട് നടന്നു. ഇനി അങ്ങോട്ടും അതുപോലുള്ള ധാരാളം ദിവസങ്ങൾ എന്തുണ്ട്, നമ്മൾ കാണാനുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ ഭാഗമായി ക്വിസ് മത്സരങ്ങൾ നടക്കാം, പോസ്റ്ററുകൾ നടക്കാം, പ്രസംഗങ്ങൾ നടക്കാം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ കറന്റ് അഫേഴ്സ് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് അല്ലെ. ന്യൂസ് പേപ്പറിൽ ഉണ്ടാകുന്ന കറന്റ് അഫേഴ്സ് വിവരങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, എജുപോർട്ടിന്റെ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ലഭിക്കുന്നു. കാരണം നമ്മൾ ആ ബാച്ചിനകത്തേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതിലെന്ത് കാണാം, അതിൽ ആ ഡേയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടി പറ്റും. ഓരോ ദിവസത്തെയും വാർത്തകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്നത്തെ വാർത്തയുടെ ഹെഡ്ലൈൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെയിലി ന്യൂസ് എന്ന് പറയുന്ന സെക്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ അക്കാദമിക് സൈഡും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളോട് ഞങ്ങൾ പറയാണ്, മക്കൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെപ്റ്റംബർ 4 നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ഒരു ബാച്ചിനകത്തേക്ക് 2299 രൂപ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇതൊരു ഓഫർ പ്രൈസ് ആണ്. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, 3299 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഓഫർ പ്രൈസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ മക്കളെ തൊട്ട് താഴെ, ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഉണ്ട്
ചെയ്തിട്ടുണ്ട്, ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നു. ആ ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും ക്ലാസ് മൊബൈൽ നമ്പർ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുക. ഓഫർ എന്ത് ചെയ്യുക, ഓഫർ മിസ് ചെയ്യാതെ ഈ ഒരു ഓണം ഓഫറിൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഓക്കെ, അപ്പൊ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുക. പഠനം എന്ത് ചെയ്യുക, പഠനം ഒരു ട്രാക്കിലാക്കുക. നിങ്ങൾക്കറിയാം ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും ആ ട്രാക്ക് വിട്ടു പോവില്ല. ട്രെയിനൊക്കെ ഓടുന്ന കാണുന്നില്ലേ, ഒരു ട്രാക്കിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഇപ്പം നിങ്ങളുടെ സ്റ്റിയറിംഗ് കൃത്യമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജീവിത അവസാനം വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിജയിക്കാം, സന്തോഷം നിലനിർത്താം, അടിപൊളിയായിട്ട് ലൈഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം മക്കളെ വിട്ടു പോകരുത്, എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.